പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് നമുക്കറിയാം. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വികസിച്ചു വരുന്ന മതം അതാണ്. 2050 ആകുമ്പോഴേക്കെന്ന് ഒരു പഠനം, അത്രയ്ക്ക് കാത്തു നിൽക്കേണ്ട, 2035 ആകുമ്പോഴേക്ക് ലോകത്തെ ഏറ്റവും വലിയ മതമായി അത് മാറുമെന്ന് ഔദ്യോഗികമായ അക്കാഡമിക് സ്റ്റഡികളുണ്ട് നിരവധി. അവരാശങ്ക കൊണ്ടാണ് പലപ്പോഴും ഇസ്ലാം സമം ടെററിസം എന്ന ക്ലീഷേ നിർമ്മിക്കാൻ ശത്രുക്കളെല്ലാം ചേർന്ന് കഠിനാധ്വാനം ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റ് ജർമ്മനിയിൽ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി ജനങ്ങളെല്ലാം തിങ്ങിക്കൂടിയിരിക്കുന്നിടത്ത് മുസ്ലിം പേരുള്ള സൗദിയിൽ നിന്ന് ഓടി അഭയം പ്രാപിച്ച ഒരു യുക്തിവാദി ട്രക്കിടിച്ചു കയറ്റുകയും 30-ലധികം ആളുകളെ കൊന്നുകളയും ചെയ്തു. പേര് മുസ്ലിമാണ്. ചിലപ്പോഴൊക്കെ കൊലപാതകത്തിന്റെ തെളിവ് നശിപ്പിക്കാൻ മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിക്കുന്നതൊക്കെ നമുക്ക് പരിചയമുണ്ട്. പേര് മുസ്ലിമാണ്. അയാൾ ഇനി നിഷ്ഠൂരമായ കർമ്മം ചെയ്തത്. അപ്പൊ അത് ഇസ്ലാമിന് മൊത്തം ആവണം. 2001 സെപ്റ്റംബർ 11 നടന്ന വേൾഡ് ട്രേഡ് സെന്റർ അക്രമത്തെ പലരും ആലോചിക്കുന്നുണ്ടാവും. എന്തിനായിരുന്നു ആ അക്രമം? 5000 ചില്ലാനം ആളുകളെയാണ് പച്ചക്ക് കൊലക്ക് കൊടുത്തത്. എന്തിനായിരുന്നു അത്? നോൺ ചോംസ്കിയെ പോലെയുള്ള വലിയ പണ്ഡിതന്മാർ സമർത്ഥിക്കുന്നു, ഇസ്ലാം സമം ഭീകരത എന്ന ക്ലീശയെ നിർമ്മിക്കാനുള്ള ഏറ്റവും ഗംഭീരമായൊരു പദ്ധതിയായിരുന്നു അത്. സ്വന്തം ആളുകളെ കുരുതി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അത്ത എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനുകാരനാകുന്ന, അവിടുത്തെ പ്രാദേശിക ഭാഷയാകുന്ന പഷ്തു പോലും വായിക്കാൻ അറിയാത്ത ഒരു ചെറുപ്പക്കാരനും 4 ആളുകളും ചേർന്ന് 5 അമേരിക്കൻ വിമാനങ്ങൾ തട്ടിയെടുക്കുന്നു എന്നാണ് അതിന്റെ കഥയുടെ തുടക്കം. തട്ടിയെടുത്തിട്ട് അവർ 500-ലേറെ കിലോമീറ്റർ ദൂരത്തേക്ക് അമേരിക്കയുടെ അന്തരീക്ഷത്തിലൂടെ പറപ്പിച്ചു പോകുന്നു. എന്നിട്ട് 3 വിമാനം വേൾഡ് ട്രേഡ് സെന്ററിലും 2 പെന്റഗണിലും ഇടിച്ചു കയറ്റുന്നു. ലോകത്തൊരു ഇല വീണാൽ ഞങ്ങൾ അറിയുമെന്ന് അഭിമാനിക്കുന്ന അമേരിക്കക്കാരന് ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റാതെയാകുന്നു. അതിലേറെ ഇന്ത്യയുടെ രാഷ്ട്രപതി JPJ അബ്ദുൽ കലാം, ഇന്ത്യയിലെ സെലിബ്രിറ്റികളിൽ പ്രമുഖനാകുന്ന സിനിമാ നടനാകുന്ന ഒരു ഖാൻ, ഇവരുടെയൊക്കെ പേരിൽ കലാമും ഖാനും ഉള്ളത് കൊണ്ട് അമേരിക്കൻ എയർപോർട്ടിൽ സമ്പൂർണ്ണ നഗ്നരായി പരിശോധിച്ചത് ലോകത്ത് വിവാദമായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. ഖാനെ നമുക്ക് തൽക്കാലം മറക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ 3 സൈന്യത്തിന്റെയും പരമാധികാരിയാണ്. ഗ്രീൻ ചാനലിലൂടെ ഒരു പരിശോധനയില്ലാതെ അകത്തേക്ക് കയറേണ്ടയാളാണ്. പക്ഷെ അദ്ദേഹത്തിനെ സമ്പൂർണ്ണമായി നഗ്നനാക്കി പരിശോധിച്ചു. ഈ ഷാറൂഖ് ഖാൻ എന്ന് പറയുന്ന സിനിമക്കാരനെ ഇപ്രകാരം തന്നെ അവർ പരിശോധിച്ചു. ഇതിനായിട്ട് വല്ല ബന്ധമുള്ളത് കൊണ്ടൊന്നുമല്ല. ഭാര്യ പോലും കാഫർ പേരുള്ളവളാണ്. പക്ഷെ പേരിലൊരു ഖാൻ ഉണ്ട്. അതന്നെ. അതിനുശേഷമാണ് അദ്ദേഹം വന്ന് വേറൊരു സിനിമ എടുത്തത്. മൈ നെയിം ഈസ് ഖാൻ, ഐ ആം നോട്ട് എ ടെററിസ്റ്റ്. എൻ്റെ പേര് ഖാനാണ്, പക്ഷെ ടെററിസ്റ്റ് അല്ല എന്നും പറഞ്ഞിട്ട്. ഇത്രമേൽ ശ്രദ്ധയോടുകൂടെ യാത്രക്കാരെ പരിശോധിക്കുന്ന ആ ഒരു വിമാനത്താവളത്തിൽ അത്തയും 4 പേരും വളരെ സൈലന്റായി, വളരെ കൂളായി കയറി കൂടി എന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ സങ്കല്പിച്ചു നോക്കുകയാണെങ്കിൽ വിമാനം ഓടിക്കാൻ വേണ്ടി 4-5 പൈലറ്റുമാർ ഇങ്ങനെ ചാവിയും തിരിച്ചാണ് പോകുമ്പോൾ, തരുമോ ഞാനൊന്ന് ഓടിക്കട്ടെ എന്ന് അവർ ചോദിച്ചു കാണും. അപ്പൊ അവര് പെട്ടെന്ന് വാട്ടോ, ഞങ്ങൾക്ക് അർജന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചാവി കൊടുത്തും കാണും. മനുഷ്യരെ പറ്റിക്കണിന്റെ പൊട്ടത്തരാലോചിച്ച് നോക്കാം. ഇതെന്തിനായിരുന്നു? ഇസ്ലാം ലോകത്തെ ഏറ്റവും വലിയ മതമായി വന്നാൽ ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന ക്യാപിറ്റലിസ്റ്റുകൾക്ക് അത് വലിയ ആഘാതമാകും. അവർ മുന്നോട്ട് വെക്കുന്ന ധനാഗമന മാർഗങ്ങളിൽ മിക്കതും അതിൻ്റെ അശ്ലീലത കൊണ്ട് മതം എതിർക്കുന്നതാണ്. പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ ബിസിനസ്സുകളും, പൂഴ്ത്തിവെപ്പുകൾ, സെക്സുമായി ബന്ധപ്പെട്ട ടൂറിസം, പോൺ ബിസിനസ്സുകൾ, അങ്ങനെ തുടങ്ങി നല്ല ആരോഗ്യമുള്ള ആൺകുട്ടികൾ ആരോ പറഞ്ഞു പ്രലോഭിപ്പിച്ച് സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് 10-12 സർജറി നടത്തി പെണ്ണിന്റെ കോലത്തിലാകുന്നത്. ഇതെല്ലാം നാടകം കളിച്ച് തിരശ്ശീലക്ക് പിന്നിൽ കയറു വലിക്കുന്ന കുറെ ആളുകളുണ്ട്. അവരാണ് ക്യാപിറ്റലിസ്റ്റുകൾ. ഇന്ന് ലോകം ഭരിക്കുന്നത് അവരാണ്. ചുമന്ന കൊടിയുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഭരണാധികാരികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിയും ചുമപ്പാണ്. ലാറ്റിൻ അമേരിക്കയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, പെറുവിലുണ്ടെങ്കിൽ, ബ്രസീലിലാണെങ്കിൽ, അർജന്റീനയിലാണെങ്കിൽ നീലക്കൊടിയായിരിക്കും ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക്. ചുവപ്പ് എന്നുള്ളത് അങ്ങനെ തന്നെ പറഞ്ഞുകൂടാന്നർത്ഥം. ക്യാപിറ്റലിസത്തിന്റെ ശക്തമായ എതിരാളികളായിരുന്നു അവർ ആദ്യഘട്ടത്ത്. ശീതസമരമൊക്കെ നമുക്കറിയാം, റഷ്യയും അമേരിക്കയും തമ്മിലുണ്ടായ. അതിന്റെ ഭാഗമായാണ് നീൽ ആംസ്ട്രോങ് ഒക്കെ ചന്ദ്രനിൽ പോയി എന്ന പ്രചാരണം ഉണ്ടായതുപോലും. ഞാനൊന്നിനെയും നിഷേധിക്കല്ല. ഇപ്പോൾ പക്ഷേ എല്ലാവരും ക്യാപിറ്റലിസത്തിന്റെ വിധേയരാണ്.
അപ്പൊ ലോകത്തെ നിയന്ത്രിക്കുന്ന അവർക്ക് മതം വലുതായി വന്നാൽ സ്വാഭാവികമായി ക്ഷീണം പറ്റും.